അസാധ്യമെന്ന് തോന്നാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു സാധാരണ പോലീസ് ഓഫീസറെ കൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് പാതാൾ ലോക് എന്ന ആമസോൺ പ്രൈം സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഗംഭീരമാക്കിയത്. ഹാത്തിറാം ചൗധരി എന്ന കഥാപാത്രത്തിന്റെ സത്യമറിയാൻ വേണ്ടി ഏതറ്റവും വരെ പോവുക എന്ന ദൃഢനിശ്ചയം വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ഇതിന്റെ മേക്കേഴ്സിന് അവിടെ സാധിച്ചിരുന്നു. പ്രതീക്ഷയുടെയും നിരാശയുടെയും ഒരു വല്ലാത്ത ബ്ലെൻഡായിരുന്നു ആ സീസണിന്റെ അവസാനം പ്രേക്ഷകനും ഫീൽ ചെയ്യുക. രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഏത് വിധേനയും അത് ചെയ്യുന്ന ചൗധരിയെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. പുതിയൊരു കേസിൽ പുതിയ ക്രിമിനലുകളുള്ള വലിയൊരു ലോകത്തിലേക്ക് ചൗധരിയെ സുദീപ് ശർമ്മയും അവിനാഷ് അരുണും പറഞ്ഞയക്കുകയാണ്. ഒന്നാം സീസണിലൂടെ നേടിയിട്ടുള്ള റെപ്യൂട്ടേഷൻ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് രണ്ടാം സീസണിലും കഥ പറച്ചിലിൽ അവർ ഉദ്വേഗം നിറച്ചുവെച്ചിട്ടുള്ളത്. ആദ്യ സീസണിലെ സംഭവങ്ങൾക്ക് ശേഷം ഹാത്തിറാം ചൗധരി തന്റെ ഡ്യൂട്ടിയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഇമ്രാൻ അൻസാരി ഇപ്പോൾ IPS നേടി അദ്ദേഹത്തിന്റെ മുകളിലുള്ള റാങ്കിലേക്ക് പോയി. ഒരു ഘട്ടത്തിൽ രഘു പാസ്വാൻ എന്ന ഒരു തൊഴിലാളിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചൗധരി ഒരു അന്വേഷണം നടത്തുന്നു. ഇതേ സമയത്ത് തന്നെ നാഗാലാൻഡ് നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വന്ന നാഗാലാൻഡിലെ ഒരു പ്രധാന നേതാവ് കൊല്ലപ്പെടുന്നു. അതിന്റെ അന്വേഷണം അൻസാരിയാണ് നടത്തുന്നത്. ഈ രണ്ട് കേസുകളും തമ്മിൽ ഒരു ഘട്ടത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയും അൻസാരിയും ചൗധരിയും നാഗാലാൻഡിൽ പോയി നടത്തുന്ന അന്വേഷണവുമാണ് ഈ സീസണിൽ നമ്മൾ കാണുന്നത്. ഒന്നാം സീസണിൽ എന്ന പോലെ സമൂഹത്തിന്റെ മേലെ തട്ടിലുള്ള ആളുകളെയും ഏറ്റവും താഴെയുള്ള ആളുകളെയും ഒരൊറ്റ കഥയിൽ കണക്ട് ചെയ്യിക്കുന്നത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന പ്രേക്ഷകനെ പോലെ തന്നെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഹാത്തിറാം ചൗധരിയും ഈ യാഥാർത്ഥ്യങ്ങളെ അവിശ്വസനീയതയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരുപാട് ലെയറുകളും ഒരുപാട് കഥാപാത്രങ്ങളും ഉള്ള ഇതിന്റെ എഴുത്ത് ഏറ്റവും അവസാനത്തെ എപ്പിസോഡിനെ പലതരം ക്ലോഷറുകളുടെ ഒരു ഘോഷയാത്രയാക്കുന്നുണ്ട്. ഓർത്തിരിക്കാവുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള ആ ഒരു ഫൈനൽ ഭാഗം കാണുമ്പോൾ ഇതെഴുതിയവരോട് നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള അസൂയ തോന്നിപ്പോവും. ഏതൊരു നല്ല സൃഷ്ടിയെയും പോലെ എഴുത്ത് തന്നെയാണ് ഇവിടെ കാര്യങ്ങളെ മികച്ചതാക്കുന്നത്. ഒരു കഥാപാത്രമോ ഒരു ഷോട്ടോ ഒരു ആവശ്യവുമില്ലാതെ നമുക്ക് ഈ സീരീസിൽ കാണാൻ സാധിക്കില്ല. കഥയുടെ ഒരു ഘട്ടത്തിൽ തൻ്റെ വീട്ടിലേക്ക് ചൗധരി കൊണ്ടുവരുന്ന ഒരു ചെറിയ പയ്യനുണ്ട്, ഗുഡ്ഡു. ആ പയ്യന്റെ കഥ, ആ പയ്യൻ ഹാത്തിറാമിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവന്റെ മാതാപിതാക്കളുടെ ജീവിതം, വേണമെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റും. നാഗാലാൻഡിൽ ഹാത്തിറാമിനെ സഹായിക്കുന്ന ചെറുപ്പക്കാരനായിക്കോട്ടെ, SP മേഘ്ന ബർവയുടെ വലങ്കൈയായ ഐസക് ആയിക്കോട്ടെ, എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ബാക്ക് സ്റ്റോറി കൊടുക്കുകയും ചുരുങ്ങിയ സീനുകളും ഡയലോഗുകളും ഉപയോഗിച്ച് ഒരു വലിയ ലോകം നമ്മുടെ മുന്നിൽ ബിൽഡ് ചെയ്യാൻ സുദീപ് ശർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ എഴുത്തുകാരായിട്ടുള്ള രാഹുൽ കനേജിയയ്ക്കും അഭിഷേക് ബാനർജിക്കും ടമാൽ സെന്നിനും സാധിക്കുന്നുണ്ട്. ജൊനാഥൻ തോം എന്ന വ്യക്തിയുടെ മേർഡർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നോർത്ത് ഈസ്റ്റിന്റെ രാഷ്ട്രീയവും അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചുമൊക്കെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റിൽ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണ വ്യക്തിയുടെ രീതിയിൽ ചിന്തിക്കുന്ന ഹാത്തിറാമിന് സമൂഹം ടാബു ആയി കാണുന്ന ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സീരീസിന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഹ്യൂമറും അല്പം തെറിവിളിയും ചേർത്ത് ആ ഒരു ഏരിയ വളരെ സ്മൂത്ത് ആയിട്ടാണ് അവർ ഡീൽ ചെയ്തിട്ടുള്ളത്. തൻ്റെ സൃഷ്ടികളിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സമർത്ഥമായി ഉൾക്കൊള്ളിക്കുന്ന സുദീപ് ശർമ്മ ഇവിടെയും രസകരമായ ചില മൊമെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പൂട്ട് പൊളിക്കാൻ ഒരാളെ സഹായത്തിന് വിളിക്കുമ്പോൾ ദേശസ്നേഹം ഉള്ളവർ ചെയ്യുന്ന പണിയാണെന്ന് പറഞ്ഞിട്ടാണ് ചൗധരി അയാളെ കൺവിൻസ് ചെയ്യുന്നത്. അതേപോലെ ഹിന്ദി സംസാരിക്കുന്ന ചൗധരിയെ നാഗമീസ് ഭാഷയിൽ ചോദ്യം ചെയ്ത് അയാൾ ഉത്തരം വരാതിരിക്കുമ്പോൾ അയാളെ മർദ്ദിക്കുന്ന ഒരു നാഗാലാൻഡ് റബലിനെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നാം സീസണിൽ തന്നെ ഈ സീരീസിന് ഒരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ സിനിമാറ്റോഗ്രാഫറും ഇതിന്റെ സംവിധായകനുമായിട്ടുള്ള അവിനാഷ് അരുണിന് സാധിച്ചിട്ടുണ്ട്. അപ്രിയ സത്യങ്ങൾ ട്വിസ്റ്റുകളായി വരുന്ന സീരീസിന്റെ മൂഡ് കൃത്യമായി കൺവേ ചെയ്യാൻ അവിനാഷ് അരുൺ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വളരെ നാച്ചുറലായി തോന്നുന്ന ലൈറ്റിംഗ് മെത്തേഡ് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പാനുകളും കുറെ അധികം സ്റ്റാറ്റിക് ഷോട്ടുകളും ഒക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഓൺലുക്കർ പെർസ്പെക്റ്റീവ് സിനിമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത് കാരണം ത്രില്ലിംഗ് മൊമെന്റുകൾക്ക് കുറച്ചുകൂടി ഓതന്റിസിറ്റി കിട്ടുന്നുണ്ട്. പല എപ്പിസോഡുകളിലായി നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന പല കഥാപാത്രങ്ങളുടെയും കഥകൾക്ക് ഒരു ക്ലോഷർ കിട്ടുന്ന രീതിയിലാണ് തിരക്കഥ അവസാന എപ്പിസോഡുകളെ ഒരുക്കിയിട്ടുള്ളത്. കഥാപാത്രങ്ങൾക്ക് എന്തു പറ്റി എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാതെ മെയിൻ ട്രാക്കിനെ തന്നെ ശ്രദ്ധിക്കാൻ പാകത്തിനാണ് എഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ആക്ഷൻ സീക്വൻസും മോബ് സീക്വൻസും ഒക്കെ വളരെ മികച്ച രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ അവിനാഷ് അരുണിനും ടീമിനും സാധിച്ചിട്ടുണ്ട്. പ്രായവുമായി ഒത്തുപോകാത്ത സത്യമറിയാനുള്ള വാശിയുള്ള ഹാത്തിറാം ചൗധരിയായി ജയദീപ് അലാവത്ത് അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം ഹീറോ കഥാപാത്രമല്ല ചൗധരി. അയാൾക്ക് നല്ല ഈഗോ ഉണ്ട്, എന്നാൽ ഈഗോ ഉണ്ടെന്ന് സ്വയം നല്ല ബോധ്യമുള്ള വ്യക്തിയുമാണ്. മിഡിൽ ക്ലാസ്സിലുള്ള ഒരു സാധാരണ പോലീസുകാരൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ള കിതയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരർത്ഥത്തിൽ ഈ സീരീസിൻ്റെ സ്വഭാവത്തിന് തുല്യമാണ്. അതായത് ആകപ്പാടെ ചീഞ്ഞു കിടക്കുന്ന ഈ സിസ്റ്റം നന്നാക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് അറിഞ്ഞിട്ടും എവിടെയോ ഒരു പ്രതീക്ഷയോടെ കഷ്ടപ്പെടുന്ന പരിപാടി. അൻസാരിയുടെ കഥാപാത്രമായി ഇഷ്വക് സിംഗ് വീണ്ടും വരുന്നു. പവർ ഡൈനാമിക്സ് മാറിയതിനു ശേഷമുള്ള ഇവരുടെ ഇക്വേഷൻ കണ്ടിരിക്കാൻ വളരെ രസകരമായിരുന്നു. ചൗധരിയുടെ ഭാര്യ രേണുവിന്റെ കഥാപാത്രമായി ഗുൽ പനാഗ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. സംവിധായകരായ ജാനു ബറുവ, നാഗേഷ് കുഗ്നൂർ മുതലായവരെ
പ്രധാന കഥാപാത്രങ്ങളിൽ സീരീസ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിലോത്തമ ഷോമയാണ് 2ാം സീസണിലേക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രധാന താരം. SP മാഗ്ന ബർവയുടെ കഥാപാത്രത്തെ അവർ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഐഡൽ സീസൺ 3 വിജയിയായിട്ടുള്ള പ്രശാന്ത് തമാങ് സീരീസിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരടക്കം വലുതും ചെറുതുമായ റോളുകളിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും കാസ്റ്റിംഗ് വളരെ മികച്ചതായിരുന്നു. വളരെ റൂട്ടഡ് ആയിട്ടുള്ള, കൾച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പാതാൾ ലോക് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇമോഷണൽ എലമെന്റും ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ടും ഒരുപോലെ ബാലൻസ് ചെയ്യേണ്ട ഇതിന്റെ എഴുത്തിനെ കുറിച്ച് ഇവർ എന്തെങ്കിലും ഒരു വീഡിയോ പോലുള്ളത് പുറത്തുവിട്ടാൽ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനും സാധാരണക്കാർക്ക് ഇതിന്റെ ക്രാഫ്റ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവുമായിരിക്കും. പാതാൾ ലോകിന്റെ പെർമനന്റ് നിവാസിയായ ഹാത്തിറാം ചൗധരിയുടെ നാഗാലാൻഡ് യാത്ര തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സീരീസാണ്. ഇത്രയായിരുന്നു പാതാൾ ലോകിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. താങ്ക്